നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മടിക്കയിലെ ചാളക്കടവ് പാലം മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ പാലം ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം നിവാസികൾ ആഘോഷത്തിമർപ്പിൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നെല്ലിക്കുന്ന് പാലം യാഥാർത്ഥ്യമായി. മുള്ളൻ പന്നിയുടെ അക്രമം കാഞ്ഞങ്ങാട് സ്കൂട്ടർ യാത്രക്കാരിയായ അധ്യാപികയ്ക്ക് പരിക്ക്. ഹോസ്ദുർഗ് മാരമ്മ ക്ഷേത്ര പറമ്പിൽ കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. ക്ഷേത്ര സംരക്ഷണ സമിതി സമരം തുടങ്ങുന്നു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർധന രോഗികൾക്ക് സഹായം എത്തിക്കാൻ ഷിനുവിന്റെ മാരത്തോൺ തുടങ്ങി. വാർത്തകൾ വിശദമായി. ചാളക്കടവ് പാലം ഉദ്ഘാടനം നാടിന് ഉത്സവമായി. പാലം മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ മടിക്കയിലെ മേക്കാട്ട് പൂത്തക്കാൽ എരിക്കുളം റോഡിൽ ചാളക്കടവ് പുഴയ്ക്ക് കുറുകെയാണ് പാലം പണി പൂർത്തിയായത്. മടിക്കൈ പഞ്ചായത്തിലെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിച്ചത്. മലയോര മേഖലയുമായി ബന്ധപ്പെടുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. അനുബന്ധ റോഡും നിർമ്മിച്ചിട്ടുണ്ട്. ചാളക്കടവ് പാലം മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പാലത്തിന് 6,85,00,000 രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പാലത്തിന് ടോൾ കൊടുക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് ചെറിയ ടോളുണ്ട്. അതൊക്കെ എത്രയോ വർഷങ്ങളായി ഗവൺമെന്റ് മാറി മാറി വരുന്ന സമയത്താണ്. ആദ്യം അത് 1 കോടിയായിരുന്നു, പിന്നെ 3 കോടിയായി. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് 5 കോടിയാക്കി. 5 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച പാലങ്ങൾക്ക് ടോളില്ല എന്നത് വ്യവസ്ഥ ബഹുമാന്യപ്പെട്ട MLA അറിയാം. നിയമസഭ പാസാക്കി 5 കോടി അതിന്റെ പരിധി നിശ്ചയിച്ചു. പി. കരുണാകരൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K. സുജാത, KV സുഷമ, V. കൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MC ജോസ്, KP സതീഷ് ചന്ദ്രൻ, MC ഗമറുദ്ദീൻ, ജോർജ് പൈനാപ്പിള്ളി, മടിക്കൈ കമ്മാരൻ, ബംഗളം P. കുഞ്ഞികൃഷ്ണൻ, അബ്രഹാം തോണക്കര, PP സുന്ദരൻ, PC രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് എഞ്ചിനീയർ PK സതീശൻ സ്വാഗതവും ജൂലിയറ്റ് ജോർജ് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം നിവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. നെല്ലിക്കുന്ന് കടപ്പുറം പാലം മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് നാടിന് സമർപ്പിച്ചു. തീരദേശ പ്രദേശം വർഷങ്ങളോളമായി കാത്തിരുന്ന പാലമാണ് ചൊവ്വാഴ്ച യാഥാർത്ഥ്യമായത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉത്സവാന്തരീക്ഷത്തിൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. 10 കോടി രൂപ വരെ ചെലവ് വരുന്ന പാലങ്ങളുടെ ടോൾ പിരിവ് ഒഴിവാക്കാൻ അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 5 കോടി രൂപയ്ക്ക് മേൽ നിർമ്മിച്ച പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നുണ്ട്. പാലം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ വൻതുക വേണ്ടിവരുന്നതായി മന്ത്രി അറിയിച്ചു. 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ 1 കോടി രൂപ ചെലവാകേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. പാലം റോഡ് നിർമ്മാണത്തിനായി ജനങ്ങൾ ഭൂമി നൽകാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നഗരങ്ങളിൽ റോഡുകൾ വീതി കൂട്ടാൻ സ്ഥലം അനുവദിക്കുന്നവർക്ക് അതേ സ്ഥലത്തിന്റെ അരിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയയിൽ നല്ലൊരു ഭാഗം വിട്ടുകൊടുക്കുന്ന പദ്ധതി നടപ്പിലായി വരുന്നുണ്ട്. കരാറുകാരുടെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. കരാറുകാരുടെ പേയ്മെന്റ് കൊടുത്തിട്ട് 10 മാസങ്ങളായി. 10 മാസത്തെ കുടിശ്ശികയുണ്ട്. തീർച്ചയായിട്ടും കരാറുകാരുടെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുകൂടി ഈ വേളയിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.
സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും പൊതുമരാമത്ത് വികസന പ്രവൃത്തികൾ നിശ്ചിത സമയത്ത് തന്നെ പൂർത്തീകരിക്കും. ഇതിന് ജനങ്ങളും ജനപ്രതിനിധികളും കരാറുകാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. മിഷൻ 676 പദ്ധതി പ്രകാരം ഈ സർക്കാർ തുടക്കം കുറിച്ച എല്ലാ വികസന പദ്ധതികളും സർക്കാരിന്റെ കാലാവധിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ എംഎൽഎമാരായ പി ബി അബ്ദുറസാഖ്, കെ കുഞ്ഞിരാമൻ, മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ ചെറുക്കളം അബ്ദുള്ള, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ജില്ലാ ആസൂത്രണ സമിതി അംഗം എ അബ്ദുറഹ്മാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ താഹിറ സദ്ദാർ, അബ്ബാസ് ബീഗം, ജി നാരായണൻ, സൈബുന്നിസ ഹനീഫ്, കൌൺസിലർമാരായ ഖാദർ ബങ്കര തുടങ്ങിയവരും സംബന്ധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തകർന്ന റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കുക, റോഡ് നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തുംതള്ളും നടന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെടുകാര്യസ്ഥതയുടെ ദൂർത്തിന്റെ അഴിമതിയുടെ പര്യായമായി ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു. ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് രാഷ്ട്രീയാഭിമുഖ്യമുള്ള ഏതെങ്കിലും വിഭജന പ്രസ്ഥാനങ്ങളോ തൊഴിലാളി സംഘടനകളോ പറയുന്ന കാര്യമല്ല. നാളിതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചും കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് അവർക്കെതിരെ ചോദ്യസ്വരങ്ങൾ ഉതിർക്കുകയുണ്ടായി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, TK മനോജ്, M രാജീവൻ, CA സുബൈർ, P ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു. ആഹ്ലാദം പങ്കിട്ട നാട്ടുകാർ. എൻഡോസൾഫാൻ സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് അജാനൂർ പഞ്ചായത്തിലെ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചത്. 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. P കരുണാകരൻ MP കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ സംഖ്യ ഇവിടെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. സ്കൂൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് മറ്റാളുകൾക്ക് കുട്ടികളായിരിക്കാനുള്ള സ്ഥലമാണ്. സാമ്പത്തിക ബാധ്യത വിദ്യാഭ്യാസ രംഗത്ത് കൂടിക്കൂടി വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ത്രിതല പഞ്ചായത്തുകളൊക്കെ ഇത്തരം സംരംഭങ്ങൾ ഏർപ്പെടുത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ അധ്യക്ഷയായി. ഹെഡ്മിസ്റ്റസ് EN ചന്ദ്രവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M ലളിത, AEO K രവിവർമ്മൻ, BPO P ശിവാനന്ദൻ, പഞ്ചായത്ത് അംഗം KV ലക്ഷ്മണൻ, C വിജയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ M പൊക്ലൻ, KH മുഹമ്മദ് കുഞ്ഞി, A ദാമോദരൻ, KP ബാലൻ, MV രാഘവൻ, K മോഹനൻ, P ഷൈനി, മുഹമ്മദ് പവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുജാത സ്വാഗതം പറഞ്ഞു. മുള്ളൻ പന്നിയുടെ ആക്രമണം കാഞ്ഞങ്ങാട് സ്കൂട്ടർ യാത്രക്കാരിയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് അധ്യാപിക സ്മിതയ്ക്കാണ് പരിക്കേറ്റത്. മടിക്കൈ അമ്പലത്തുകരയിലെ പ്രകാശിന്റെ ഭാര്യ സ്മിതയ്ക്കാണ് മുള്ളൻപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 പുതിയകോട്ട കാരാട്ടുവയൽ റോഡിലാണ് സംഭവം. കാസർഗോഡ് നടക്കുന്ന PSC പരീക്ഷയ്ക്ക് പോകുവാനായി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു സ്മിത. സ്കൂട്ടറിന് മുന്നിലേക്ക് മുള്ളൻപന്നി എടുത്തുചാടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പൊടുന്നനെയുണ്ടായ മുള്ളൻപന്നിയുടെ ആക്രമണത്തിൽ സ്മിതയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. കൈകാലുകളിൽ നിരവധി മുള്ളുകൾ തുളച്ചു കയറി. പരിക്കേറ്റ സ്മിതയെ പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സ്മിത സുഖം പ്രാപിച്ചു വരികയാണ്. പ്രതീക്ഷിക്കാതെയുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ദൈവങ്ങളോടും സഹായമെത്തിച്ച പരിസരവാസികളോടും നന്ദി പറയുകയാണ് സ്മിത.
കാഞ്ഞങ്ങാട് പച്ചക്കറി വിൽക്കുന്ന ഒരു സുനിയുണ്ട്. സുനി അവിടെ തന്നെ ഉണ്ടായി, ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട്. ഞാൻ സുനീനെ വിളിച്ച്, സുനി അപ്പം തന്നെ വന്ന് അവൻ ഭിക്ഷ കയറ്റിട്ട് തന്നെ അരിമലയിലിട്ട് അവൻ തന്നെ ഉണ്ടാക്കി. ഹോസ്ദുർഗ മായമ്മ ക്ഷേത്ര പറമ്പിൽ നടത്തുന്ന കെട്ടിട നിർമ്മാണത്തിനെതിരെ ഭക്തജന കൂട്ടായ്മ നടന്നു. 15-ന് നീലേശ്വരം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുവാനും തീരുമാനം. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള തെയ്യം കെട്ടിയാടിക്കാനുള്ള ഭൂമിയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിനെതിരെയാണ് ജനകീയ കൂട്ടായ്മ നടന്നത്. ദേവസ്വം ബോർഡും ട്രസ്റ്റി ബോർഡും ചേർന്ന് നടത്തുന്ന കെട്ടിട നിർമ്മാണം അംഗീകരിക്കാനാവില്ലെന്ന് ഭക്തജന കൂട്ടായ്മ പറഞ്ഞു. ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ഭക്തജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ശിവകുമാർ പൊതുവാൾ അധ്യക്ഷനായി. യോഗത്തിൽ സ്വാമി പ്രേമാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ഭക്തജന കൂട്ടായ്മയിൽ വിവിധ ക്ഷേത്ര പ്രതിനിധികൾ, ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ, നവരാത്രി പൂജാവകാശികൾ എന്നിവർ സംസാരിച്ചു. എച്ച് ഗണേശൻ സ്വാഗതവും എൻ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. മാടിപ്പാറ കോളനിയിലെ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്ന് CPM ബേങ്കാട്ട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. എമ്പംകുണ്ട് ബേങ്കാട്ട് നടപ്പാത യാഥാർത്ഥ്യമാക്കാനും സമ്മേളനം തീരുമാനിച്ചു. മാടായിപ്പാറ പ്രദേശത്ത് വർഷങ്ങളായി പട്ടയത്തിന് കാത്തുനിൽക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാൻ നടപടി വേണമെന്ന് CPM ബേങ്കാട്ട് ബ്രാഞ്ച് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം V സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ കേരളത്തിലെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ അധ്യക്ഷയാണ്. ഇപ്പോൾ സോണിയാഗാന്ധി, നേരത്തെ ആണെങ്കിൽ രാജീവ് ഗാന്ധി, അതിനു മുമ്പെയാണ് ഇന്ദിരാഗാന്ധി. അങ്ങനെയാണ് കേരളത്തിലെ KPCC പ്രസിഡന്റിനെ സുധീരനെ തീരുമാനിച്ചത് സോണിയാഗാന്ധിയാണ്. അവർ കേരളത്തിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് തീരുമാനിച്ചതല്ല. കേരളത്തിലെ CPMന്റെ സെക്രട്ടറി പിണറായി വിജയനെ തീരുമാനിച്ച കേരളത്തിൽ നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിനകത്ത് 80 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. കമ്മിറ്റി കൂടിയിട്ടാണ് അതിന്റെ സെക്രട്ടറിയെ ജനാധിപത്യപരമായി തീരുമാനിക്കുന്നത്. പക്ഷെ കോൺഗ്രസിൽ അതില്ല, BJPയിലും അതന്നെയാണ്. BJPയിലെ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിച്ചത് അതിന്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, A കൃഷ്ണൻ, K രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യകാല പാർട്ടി പ്രവർത്തകൻ കുഞ്ഞിരാമൻ പാണന്തോട് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. MV കുഞ്ഞികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. EV സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏമ്പംകുണ്ട് ബേങ്കാട് നടപ്പാത യാഥാർത്ഥ്യമാക്കാൻ രംഗത്തിറങ്ങാനും സമ്മേളനം തീരുമാനിച്ചു. പുതിയ സെക്രട്ടറിയായി EV സുരേന്ദ്രനെ സമ്മേളനം തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഞാൻ സിനിമയിൽ അഭിനയിച്ച കലാകാരന്മാരെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കുന്നുമ്മൽ IMA ഹാളിൽ നടന്ന പരിപാടിയിൽ രഞ്ജിത്തിന്റെ ഞാൻ എന്ന സിനിമയിൽ അഭിനയിച്ച കലാകാരന്മാരായ രോഹിത് രാജ്, മോഹനൻ കുന്നുമ്മൽ, മോഹനൻ തെരുവത്ത് എന്നിവരെയും സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഗോപി കോട്ടച്ചേരിയെയും അനുമോദിച്ചു. കുടുംബസംഗമം നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു ദേശഭക്തിയാണ് ആ സിനിമയിൽ ആതിരവൽ പങ്കെടുത്തു വരുന്നത്. ആതിര അശോകൻ ഒപ്പം തന്റെ ശബ്ദബുദ്ധിയും കൊണ്ട് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഫിലിം സൃഷ്ടിച്ച് എല്ലാ ഭാഗങ്ങളുടെയും പൊതു താല്പര്യങ്ങളാണ് കോമഡി വിന്യസിച്ചിട്ടുണ്ട്. ഞാൻ സമിതി പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ഗംഗാരാധാകൃഷ്ണൻ, T സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സമിതി സെക്രട്ടറി P കൃഷ്ണകുമാർ സ്വാഗതവും ബാബു കുന്നത്ത് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വമേകിയ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്ര സിനിമ പ്രദർശനത്തിനൊരുങ്ങി. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവംബർ 1 മുതൽ പ്രദർശിപ്പിക്കുവാനാണ് തീരുമാനം. അയ്യങ്കാളി ജീവചരിത്ര സിനിമ ഒരു കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കുകയാണ്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സിനിമാ പ്രദർശനം നടത്താനാണ് തീരുമാനം. ജില്ലാതല സംഘാടക സമിതി യോഗം കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്നു. PK രാമൻ അധ്യക്ഷനായി. മഹാത്മാ അയ്യങ്കാളിയോടൊപ്പം തന്നെ കേരളത്തിൽ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്വാമി ആനന്ദ തീർത്ഥരും നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. സിനിമാ സംവിധായകൻ സൂര്യദേവ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനറായി കൃഷ്ണൻകുട്ടി ചാലങ്കാലിനെ തെരഞ്ഞെടുത്തു.
ടി പത്മനാഭൻ, വിജയൻ പരപ്പ, കെ കുഞ്ഞമ്പു, ഇ വി കൃഷ്ണൻ, സി ബിന്ദു, ഒ കെ പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റായി ടി വി ചന്ദ്രനെയും സെക്രട്ടറിയായി കെ വി കുഞ്ഞികൃഷ്ണനെയും നീലേശ്വരത്ത് സമാപിച്ച സമ്മേളനം തിരഞ്ഞെടുത്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തൊഴിലാളി വിരുദ്ധ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും നീലേശ്വരം സഹകരണ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഡി വി അമ്പാടിയുടെ അധ്യക്ഷതയിൽ പി കരുണാകരൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുൻ ഗവൺമെന്റിലെ തെറ്റായ നടപടികൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് പൊതുവെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. അതേസമയത്ത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വൻകിട കോർപ്പറേറ്റ് മാനേജ്മെന്റ്, വൻകിട മീഡിയകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ എന്നാൽ ഇടതുപക്ഷം വരട്ടെ എന്നതല്ല, കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ തങ്ങളുടെ വർഗനയങ്ങൾ കാത്തുരക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു പാർട്ടി വരമാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അനുകൂലമായി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പണത്തിന്റെ അതുപോലെ തന്നെ പ്രചരണത്തിന്റെയൊക്കെ രംഗത്ത് വലിയ കുത്തൊഴുക്കുണ്ടായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ ദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെട്ടു വരികയാണെന്ന് പി കരുണാകരൻ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ടി രാജൻ, CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ടി കെ രാജൻ, എം രാജഗോപാലൻ, കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച തൊഴിലാളികളെ എം പി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓളപ്പരപ്പിലെ ആവേശത്തുഴച്ചിലിൽ മികവോടെ മുന്നേറുകയാണ് AKG മയീച്ച ടീം. വടക്കേ മലബാറിലെ 3 ജലോത്സവങ്ങളിലും കരുത്തുകാട്ടാൻ ഇവർക്ക് കഴിഞ്ഞതാണ് വർത്തമാനകാല ചരിത്രം. അഭിമാനമുയർത്തിയ AKGയുടെ തുഴച്ചിൽക്കാർക്ക് നാടിന്റെ സ്നേഹാദരം. തിരുവോണനാൾ മുതൽ ഗാന്ധി ജയന്തി ദിനം വരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 3 ജലോത്സവങ്ങളാണ് നടന്നത്. ഇതിൽ 3ലും AKG മയീച്ച സ്വന്തമാക്കിയത് അഭിമാന നേട്ടങ്ങൾ. തിരുവോണനാളിൽ കിഴക്കേ മുറിയിൽ നടന്ന മലബാർ ജലോത്സവത്തിൽ 15 ആൾ തുഴയും മത്സരത്തിൽ 1ഉം 25 ആൾ തുഴയും മത്സരത്തിൽ 2ഉം സ്ഥാനവും, ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിൽ കുപ്പംപുഴയിൽ നടന്ന മംഗലശ്ശേരി ജലോത്സവത്തിൽ 15 പേരുടെ വിഭാഗത്തിൽ 1ഉം 25 പേർ തുഴയും വിഭാഗത്തിൽ 2ഉം സ്ഥാനം AKG മയീച്ച സ്വന്തമാക്കി. ഗാന്ധി ജയന്തി ദിനത്തിൽ കാര്യങ്കോട് പുഴയിൽ നടന്ന മഹാത്മാഗാന്ധി ട്രോഫിക്കായുള്ള ജലോത്സവത്തിൽ 25 പേർ തുഴയും വിഭാഗത്തിൽ 2ആം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും 1ആം സ്ഥാനത്തിനൊപ്പമുള്ള വിജയമായിരുന്നു അത്. മികച്ച വിജയങ്ങൾ തുഴഞ്ഞെടുത്ത ടീം അംഗങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നാട്ടിലൊരുക്കിയത്. ടീം അംഗങ്ങളെ അനുമോദിക്കാൻ തുഴച്ചിലിൽ ഏഷ്യാഡ് മെഡൽ ജേതാവും അന്തർദേശീയ താരവുമായ ജോൺസൺ സേവിയർ മയീച്ചയിലെത്തി. നല്ല രീതിയിലായിരിക്കും, അല്ല ചിലപ്പോൾ പിന്നാമ്പുറത്തോടെ നമ്മളെ തോൽപ്പിച്ചതായിരിക്കാം, നമ്മുടെ രീതിയിൽ നമ്മളെ തോൽപ്പിച്ചതായിരിക്കാം, പ്രശ്നമില്ല, കുട്ടികളാണ് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്രചോദനം വെക്കാതാണ് കോമ്പറ്റീഷൻ ഇതുകൊണ്ട് തീർന്നില്ല. ഇതിന്റെ പ്രതികാരം അടുത്ത പ്രാവശ്യം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അനുമോദന ചടങ്ങിൽ കെ ഭവജൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ സേവിയർ ഉപഹാരം നൽകി. ടി രാജൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എം അച്യുതൻ, MP കുഞ്ഞിരാമൻ, കെ ബാലകൃഷ്ണൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പി മധുസൂദനൻ, സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി നാരായണൻ, KP രാജൻ, MP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വീടില്ലാത്തവന്റെ വീടാണ് ഓരോ വൃദ്ധസദനവും. വൃദ്ധസദനത്തെ പച്ചപ്പിന്റെ സ്വർഗമാക്കിയ അന്തേവാസി വ്യത്യസ്തനാവുന്നു. കാസർഗോട്ട് നിന്നും ദേശസാൽകൃത റൂട്ടായ ചെമ്മനാട് വഴി കാഞ്ഞങ്ങാട്ടേക്കോ ചട്ടഞ്ചാലിലേക്കോ പോകുമ്പോൾ പരവനടുക്കം സ്കൂളിന് സമീപം പച്ചപിടിച്ചു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടം കാണാം. സർക്കാർ വൃദ്ധമന്ദിരത്തിന്റെ മുറ്റമാണത്. എന്നാൽ വാഴയും കപ്പയും പൂച്ചെടികളും നിറഞ്ഞു നിൽക്കുന്നത് കാരണം മന്ദിരത്തിന്റെ കെട്ടിടത്തെ റോഡിൽ നിന്ന് കാണാൻ കഴിയില്ല. ഒരേക്കറിൽ താഴെയുള്ള ആ സ്ഥലം മുഴുവൻ മനോഹരമായ തോട്ടമാണിപ്പോൾ. തരിശായ പാറപ്പുറം പച്ചയിൽ കുടിച്ചു നിൽക്കുന്നു എന്നതിന്റെ കൗതുകത്തിനപ്പുറം അതൊരു അന്തേവാസിയുടെ കഠിനാധ്വാനത്തിന്റെ സൃഷ്ടിയാണെന്നറിയുമ്പോഴാണ് വിസ്മയം തോന്നുന്നത്. വീടില്ലാത്തവന്റെ വീടാണ് ഓരോ വൃദ്ധസദനവും.
ആ വീടിനെ സ്വന്തം വീടെന്ന പോലെ സ്നേഹിച്ച് വീട്ടുമുറ്റത്ത് പൂക്കളും പച്ചക്കറികളും കൊണ്ട് നിറച്ച് വാർദ്ധക്യത്തെ യൗവനം പോലെ മനോഹരമാക്കിയത് 2 വർഷം മുമ്പ് മാത്രം ഇവിടെ എത്തിയ അന്തേവാസി ജോസഫ് എന്ന 77-കാരനാണ്. ഇന്ന് ഈ മുറ്റം പൂന്തോട്ടവും പച്ചക്കറി തോട്ടവുമാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നെയ്യാറ്റിൻകര സ്വദേശി ഷിനുവിന്റെ ജീവൻ രക്ഷാ മാരത്തോൺ കാസർഗോഡ് നിന്നും തുടക്കമായി. തുടർച്ചയായ 6ാം വർഷമാണ് ഷിനു മാരത്തോൺ നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായാണ് ഷിനു മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ SS ഷിനുവിന്റെ ഈ ദൗത്യം ആലംബഹീനരായ രോഗികൾക്കുള്ള സഹായഹസ്തം കൂടിയാണ്. തിരുവനന്തപുരം പരുത്തിക്കാടുള്ള പച്ചക്കറി കടയിലെ ജോലിക്ക് അവധി നൽകിയാണ് ഷിനു തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രംഗത്തിറങ്ങുന്നത്. കാസർഗോഡ് നിന്നും കോഴിക്കോട് വരെയാണ് ഓട്ടം. 2008-ലാണ് ഷിനു ആദ്യമായി ജീവൻ രക്ഷാ മാരത്തോൺ തുടങ്ങിയത്. തുടർച്ചയായ 6ാം വർഷവും ഷിനു മാരത്തോൺ നടത്തുമ്പോൾ ചികിത്സക്കായി കഷ്ടപ്പെടുന്ന നിരവധി രോഗികൾക്ക് അത് പ്രതീക്ഷയുടെ പൊൻവെളിച്ചമാവുകയാണ്. കഴിഞ്ഞ വർഷം മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ ഓടി സമാഹരിച്ച 4 ലക്ഷം രൂപ മാരത്തോണിന്റെ അവസാനം കോഴിക്കോട് വെച്ച് വിതരണം ചെയ്തു. കാസർഗോഡ് വെച്ച് നടന്ന ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. കളക്ടർ PS മുഹമ്മദ് സഗീർ മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഷിനുവിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MLAയും കളക്ടറും അല്പദൂരം ഓടുകയുണ്ടായി. ഇതുവരെ 12 കുട്ടികൾക്കടക്കം 66 രോഗികൾക്കായി 23 ലക്ഷം ഷിനു സമാഹരിച്ചു നൽകിയിട്ടുണ്ട്. ഈ വർഷം മാത്രം ഷിനുവിന് നേരിട്ടും നെയ്യാറ്റിൻകര ജീവൻ രക്ഷാ മാരത്തോൺ ഫൗണ്ടേഷൻ വഴിയും 83 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ പിന്നെ അവരവരുടെ സ്വന്തം മക്കളെ കൊണ്ട് അലഞ്ഞ് പിന്നെ ഒരു നേരത്തെ മരുന്നിന് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കിഡ്നി വിൽക്കാൻ വരെ തയ്യാറായ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ കേരളത്തിലാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ 83 അപേക്ഷ വന്നിട്ടുണ്ട്. ഇന്നലെ വരെയും 83 അപേക്ഷ എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ ഈ മാസം 29-ാം തീയതി ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ വെച്ച് കുറച്ച് പൈസ 4 ലക്ഷം രൂപ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കൈമാറും. അത് കഴിഞ്ഞിട്ട് ഇപ്പം തീരുമാനിച്ചതുപോലെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഓട്ടം, ഇവിടെ നോടി കിട്ടുന്ന പൈസ നമ്മുടെ ഇവിടെ വെച്ച് തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ വെച്ച് തന്നെ ഇതിന് അർഹതപ്പെട്ട അപേക്ഷകൾ അന്വേഷിച്ച് അതിനുശേഷം ഇവിടെ ഈ പറഞ്ഞ കളക്ടറുടെയും MLAയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പൈസ കൈമാറും. നിർധനരായ രോഗികൾക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ ഈ 28-കാരൻ നടത്തുന്ന മാരത്തോൺ പുതിയ തലമുറയ്ക്കാകെ മാതൃകയാവുകയാണ്. ന്യൂസ് ഡെസ്ക് കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മടിക്കയിലെ ചാലക്കടവ് പാലം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ പാലം ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം നിവാസികൾ ആഘോഷത്തിമർപ്പിൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നെല്ലിക്കുന്ന് പാലം യാഥാർത്ഥ്യമായി. മുള്ളൻപന്നിയുടെ ആക്രമം കാഞ്ഞങ്ങാട് സ്കൂട്ടർ യാത്രക്കാരിയായ അധ്യാപികയ്ക്ക് പരിക്ക്. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്ര പറമ്പിൽ കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. ക്ഷേത്ര സംരക്ഷണ സമിതി സമരം തുടങ്ങുന്നു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. DYFI പ്രവർത്തകർ ജില്ലാ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർധന രോഗികൾക്ക് സഹായം എത്തിക്കാൻ ഷിനുവിന്റെ മാരത്തോൺ തുടങ്ങി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.